ഞങ്ങൾ പാലക്കാടുകാരുടെ സ്വന്തം. പാലക്കാടുകാർ മാത്രമല്ല കേട്ടോ, തൃശ്ശൂരുകാരും ഇത് ചെയ്യാറുണ്ട്. ഞങ്ങളുടെ കല്യാണ തലേന്നത്തെ മെയിൻ ആയിട്ടുള്ള ഒരു സാധനമാണ് ചിക്കനും കുമ്പളങ്ങിയും. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ചിക്കനും കുമ്പളങ്ങിയും എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് കേട്ടോ. സാധാരണയായിട്ട് നാടൻ കോഴിയാണ് ഈ ഒരു വിഭവം ഉണ്ടാക്കാനായിട്ട് എടുക്കാറുള്ളത്. നാടൻ കോഴി കിട്ടാത്തത് കൊണ്ട് കടയിൽ നിന്ന് വാങ്ങിയ കോഴിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ചിക്കനും കുമ്പളങ്ങിയൊക്കെ കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി അരിഞ്ഞ് മാറ്റി വെച്ചു. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ റെസിപ്പി ഉണ്ടാക്കുന്നതെന്നൊന്ന് കാണിച്ചു തരാം കേട്ടോ. കറുകപ്പട്ട, ഗ്രാമ്പു, ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചിയും കൂടെ ചതച്ചത്, പിന്നെ നമ്മുടെ പച്ചമുളക്, കുറച്ച് ഉപ്പ്, തക്കാളി കാര്യങ്ങളെല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതെന്ന് വന്നതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുത്തു കേട്ടോ. സാധാരണ ചിക്കൻ കറിക്ക് എന്തൊക്കെ പൊടികളാണോ ചേർക്കുന്നത് ആ സാധനങ്ങൾ മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്തു, നമ്മുടെ കുമ്പളങ്ങയും കൂടെ ഇട്ട് കൊടുത്തു. കുമ്പളങ്ങ ആദ്യം ഇടുന്നതാണ് ഒന്നും കൂടി നല്ലത്, കാരണം അതിന് കുറച്ച് വേവ് കൂടുതലാണ് കേട്ടോ. തേങ്ങയും പെരിഞ്ചീരകവും കൂടെ അരച്ച് ചേർത്ത് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ തൂകി എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ റെസിപ്പി റെഡി ആയിട്ടോ. നിങ്ങളുടെ നാട്ടിലേക്കും ഈ ഒരു റെസിപ്പി ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ എന്തായാലും ഒന്ന് കമന്റ് ചെയ്യണേ.